ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മയിൽ വാഹനം. സുഹൃത്തുക്കളെ, നമ്മുടെ വയസ്സ് കുറച്ചായി, 10-35 വർഷമായി. അതുകൊണ്ട് തന്നെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ 100cc എന്നുള്ളത് 135 ആക്കി, അതിന് വേണ്ട ചേഞ്ചസ് എല്ലാം വരുത്തി. ഇപ്പോ ഏകദേശം ഇനിയിപ്പം ഒന്ന് CDI പെർഫോമൻസ് CDI വെക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഫ്രണ്ടിൽ ഈ ഫോർക്ക് സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ഒരാഗ്രഹത്തിന് സെഡിന്റെ ഹെഡ്ലൈറ്റും കൂടെ ആക്കി. അതൊരാഗ്രഹമായിരുന്നു. അപ്പൊ CDI കാരണമില്ലാതെ മാറുന്നത് എന്താണ് എന്ന് ചോദിച്ചാല്, CDI ഒക്കെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് CDI, ഇത് ഫോർക്ക് സ്റ്റെബിലൈസർ, പിന്നെ നമ്മുടെ പിന്നെ ചെറിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് സെഡിന്റെ ഹെഡ്ലൈറ്റ്. അതിന്റെ ഒരു ആഗ്രഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ആ സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് ഞാൻ പറയാം, വീഡിയോ മുൻപോട്ട് പോകുന്നതോറും ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് CDI ഫിറ്റ് ചെയ്യാം. CDIയുടെ ഇത് പിന്നെ ഫോർക്ക് സ്റ്റെബിലൈസറിന്റെ ആവശ്യകത എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. T സ്റ്റെമ്മിന്റെ താഴത്തെ പിടുത്തം കഴിഞ്ഞാൽ ഫോർക്കിന് പിന്നൊരു പിടുത്തമുള്ള വീൽ ആക്സില്ല. ഇതിനിടയ്ക്ക് മഡ്ഗാർഡിന്റെ അപ്പുറം ഇപ്പുറമായിട്ടൊരു പിടുത്തം ഉണ്ടെങ്കിൽ പോലും അത് ഒരു 20% പിടുത്തം തരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഫോർക്ക് സ്റ്റെബിലൈസർ സാധാരണ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് പുറത്ത് ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചരിച്ചു വളയ്ക്കുമ്പോഴൊക്കെ രണ്ട് ഫോർക്കും ഒരുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പിന്നെ CDI ഫിറ്റ് ചെയ്യാം. CDI ഇരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ഇതൊരു പെർഫോമൻസ് CDI എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പൊ എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളെന്നുള്ളതും നമുക്ക് സംസാരിക്കാം, അതൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് CDI വളരെ നല്ല സംഭവം തന്നെയാണ്. നല്ല പക്കായിട്ട് വണ്ടി നല്ല പിക്കപ്പും പുള്ളിങ്ങും ഇനീഷ്യൽ പിക്കപ്പും ടോപ്പ് എൻഡും ഒക്കെ നല്ലതുപോലെ കിട്ടുന്നുണ്ട് റോഡിൽ. ഞാൻ ഓൺ റോഡ് 2 ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. പക്ഷേ ഈ CDI ഫിറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ റീട്യൂൺ ചെയ്യേണ്ടി വരും. കാര്യം എൻജിൻ സ്ട്രോക്ക് കൂടും. ആ സ്ട്രോക്ക് സ്പീഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മൾ റീട്യൂൺ ചെയ്യേണ്ടി വരും. പിന്നെ ട്യൂണിങ് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്ക് ഫോർക്ക് സ്റ്റെബിലൈസറിലേക്ക് നീങ്ങാം. അപ്പോൾ ഫോർക്ക് സ്റ്റെബിലൈസറിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം ചരിച്ച് വളച്ചാലും രണ്ട് ഫോർക്കും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും ചരിഞ്ഞു വരുന്നത്. കാര്യം രണ്ട് ഫോർക്കിനെയും തങ്ങളിൽ ഒരു T സ്റ്റെം പോലെ തന്നെ ഫോർക്കിന്റെ നടുക്ക് വെച്ച് തങ്ങളിലൊരു പിടുത്തമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, വണ്ടിക്ക് ബാലൻസ് സ്റ്റെബിലിറ്റി നല്ലതുപോലെ കിട്ടും. സ്വാഭാവികമായിട്ടും ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റിയും നല്ലതുപോലെ കിട്ടും. പക്ഷെ അത് നമുക്ക് അത്ര കണ്ട് അത് എടുത്തു പറയാൻ വേണ്ടിയൊന്നും കിട്ടത്തില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഷിവറിങ് കുറയും. പിന്നെ നല്ല സ്പീഡിലൊക്കെ ആണെങ്കിൽ വളയ്ക്കുമ്പോഴൊക്കെ നമുക്കത് അനുഭവപ്പെടും. പിന്നെ ചെറിയ സ്പീഡിലാണെങ്കിൽ പോലും ഓഫ് റോഡിൽ അത് നല്ല രീതിയിൽ നമുക്ക് അനുഭവപ്പെടും. കാര്യം പിന്നെ രണ്ട് ഫോർക്ക് ഒരുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഗുണമാണ് സംഭവത്തിനുള്ളത്. ഫോർക്ക് സ്റ്റെബിലൈസർ വലിയ വിലയൊന്നുമില്ല. പക്ഷെ ഇത്
പുറത്തെ രാജ്യങ്ങളിൽ നമ്മളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വലിയ വിലയാണ് കാണിക്കുന്നത്, 14, 15,000, 16,000 ഒക്കെ. ഇനി അതിൻ്റെതായ ക്വാളിറ്റിയാണ്. ഇത് ഇന്ത്യൻ മെയ്ഡാണ്, 10,850 രൂപയുള്ളൂ. ഇതെല്ലാം ഞാൻ മേടിക്കുന്ന ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോ പിന്നെ സെഡിന്റെ ഒരു ഹെഡ്ലൈറ്റ് മേടിച്ചു. സെഡിന്റെ ഹെഡ്ലൈറ്റ് മേടിച്ചു വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് യമഹയ്ക്ക് RX സീരീസിന് ഒരു സ്ക്വയർ കട്ട്, ഒരു ഡയമണ്ട് കട്ട് ലുക്കുണ്ട്. അപ്പൊ പിന്നെ ആ റൗണ്ട് ഹെഡ്ലൈറ്റിനെ കാട്ടിയും റെക്ടാങ്കുലർ ഷേപ്പ് ആകുമ്പോൾ ഒന്നുകൂടി നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചു വെച്ചതാണ്. പക്ഷേ എനിക്ക് ലൈറ്റിങ് വളരെ മോശമായിപ്പോയി. കാര്യം LED ലൈറ്റ് വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പൊ ഇത് വെച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് പഴയ RX-100ന്റെ കണക്ക് തന്നെ ആയി. മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് വണ്ടി നീങ്ങേണ്ട ഒരു അവസ്ഥയായി സെഡിന്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ആൾട്രേഷനൊക്കെ ചെയ്യണം. ആൾട്രേഷൻ ചെയ്ത് പൾസറിന്റെ ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് മിറ ഗ്ലാസ് മാറ്റിയിട്ട് ഇപ്പൊ ഈ ആഫ്റ്റർ മാർക്കറ്റ് സ്പ്ലെൻഡറിന്റെ ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, സ്പ്ലെൻഡറിന്റെ LED ആഫ്റ്റർ മാർക്കറ്റ് ഫ്രണ്ട് കവർ മാത്രമായിട്ട് അത് സെറ്റ് ചെയ്യാം. പക്ഷെ അതും അല്പം ആൾട്രേഷൻസ് ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെക്കാട്ടിയും ഒന്നുകൂടി നല്ലത് വിദഗ്ധ അഭിപ്രായം ഈ രംഗത്തെ ഗുരൂസ് പറഞ്ഞിരിക്കുന്നത് ഷോഗണിന്റെ, നമ്മളും 10-35 കൊല്ലമായിട്ട് RX യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഷോഗണിന്റെ ഹെഡ്ലൈറ്റ് വെക്കാൻ പറയാം. അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഷോഗണിന്റെ ഹെഡ്ലൈറ്റ് ഓർഡർ കൊടുത്തു. അപ്പൊ അത് ഫിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. ഒപ്പം തന്നെ പുതിയ റീഡ് വാൽവ് വയ്ക്കണം. റീഡ് വാൽവ് ഒക്കെ മാറുന്നതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചൊന്നും കാണിക്കത്തില്ലെങ്കിൽ പോലും ഒരു 40,000 കിലോമീറ്റർ കഴിയുമ്പോൾ റീഡ് വാൽവ് മാറണമെന്നാണ്. കാര്യം റീഡ് വാൽവിന്റെ റീഡിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയും. അത് കുറെ ടൈറ്റ് ആവും. അപ്പൊ കറക്റ്റ് ഫ്ലോ അനുസരിച്ച്, എയർ ഫ്യൂൽ മിക്സ്ചർ ഫ്ലോ അനുസരിച്ച് ഓപ്പൺ ആകാനും അതിനനുസരിച്ച് കട്ടാകാനുമുള്ള, ഇപ്പൊ നമ്മൾ ത്രോട്ടില് കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ സ്പോട്ടിൽ തന്നെ കട്ടാകാനുമുള്ള ഒരു പ്രവണത കുറയും. അപ്പൊ കുറെ കൂടെ റിജിഡ് ആവും, ഹാർഡായി പോകും.